യെസ്, അപ്പോൾ ഇന്നത്തെ സിനിമ റോഷൻ മാത്യു നായകനായെത്തുന്ന ക്രൈം ത്രില്ലർ മൂവി ഉയിർ, ഡയറക്ടർ ബൈ എം പത്മകുമാർ. അപ്പോൾ പത്മകുമാറിന്റെ മുന്നത്തെ സിനിമയായിട്ടുള്ള ജോസഫ് പോലെ ഒരു സർപ്രൈസ് ത്രില്ലർ മൂവി ആകുമ്പോൾ ഉയർന്ന് കണ്ടറിഞ്ഞ് ഓടിച്ചോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കാം. നേരെ ഉയിർ റിവ്യൂലേക്ക്. നല്ലതായിട്ടുണ്ട്. വലിയ ഒരു ട്രെയിലറിൽ കണ്ട കണക്കുള്ള അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഒരു സർവൈവൽ ത്രില്ലറിലോ അല്ലെങ്കിൽ അങ്ങനെ ഹോണ്ടിങ് അങ്ങനത്തെ രീതിയിലൊന്നൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയൊന്നും വന്നില്ല. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ പിള്ളേരെ കൊണ്ടുവരുന്നതൊക്കെ നൈസായിരുന്നു. മുന്നത്തെ ഏതെങ്കിലും റോന്തൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിയൽ ലൈഫ് ഇൻസിഡന്റും ആണ്. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ഉണ്ട്. എന്നാലും ഒരു ഇതോട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഇമോഷണലാണ്. ക്ലൈമാക്സ് ഒക്കെ നൈസായിരുന്നു. അത്ര ഹോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ട്രെയിലർ കാണിച്ചത്രയും വലിയ ഡീസന്റ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. സ്ഥിരം ക്ലീശ സംഭവം തന്നെ. പിന്നെ സമയമുള്ളവർക്ക് കണ്ടോണ്ടിരിക്കും, കുഴപ്പമില്ല. സ്റ്റോറി ഒരു പുതുമയുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഇമോഷണൽ പാർട്ടാണ് കൂടുതലും കണക്ട് ആവുന്നത്. ഇമോഷണൽ കുഴപ്പം. ഒരു ത്രില്ലർ ബേസ് സിനിമ. ഈ പുള്ളിയുടെ മുന്നത്തെ പടം ജോസഫ് ലെവലൊക്കെ അങ്ങനത്തെ ഒരു സസ്പെൻസ് ഒന്നും ഇല്ല. വാച്ചബിൾ ആണ്. സ്ഥിരം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, കുറച്ചുകൂടെ ഇമോഷണൽ ഡ്രാമയായിട്ട് എടുത്തേക്കാം. ഒരു ഹോണ്ടിങ് എന്നൊക്കെ പറയാനുള്ള എക്സ്പീരിയൻസ് കണ്ടോണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പടം കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് ഇത് റിയൽ ഇൻസിഡന്റ് അല്ലായിരുന്നു, അപ്പോൾ അതിൻ്റെതായൊരു ഇതുണ്ടായിരുന്നു. മേക്കിംഗ് ഒക്കെ കൊള്ളാം. സ്ഥിരം പോലീസ് ത്രില്ലർ ആദ്യം ഒരു ക്ലീശ പോലെ തുടങ്ങിയെങ്കിലും കൊള്ളായിരുന്നു. പിന്നെ അത് സസ്പെൻസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. ഭയങ്കര ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്. നല്ല പടം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ത്രില്ലറാണ്. കഥയൊക്കെ പ്രെഡിക്റ്റബിൾ ആണോ അതോ സസ്പെൻസ് ഉണ്ട്? ഫുൾ സസ്പെൻസ്. ഓക്കെ. ത്രില്ലർ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ട്രൂ ഇവന്റ് അല്ലേ, അപ്പം അതിൻ്റെതായ ഇതുണ്ട്. കൊള്ളാം. തുടക്കം മുതൽ അവസാനം വരെ ഗ്രിപ്പിംഗ് ആണോ സ്റ്റോറി? കുഴപ്പമില്ല. നമ്മളെ സെന്റിമെന്റിലോട്ട് ഇമോഷണൽ ട്രാക്ക് നല്ല കണക്ട് ആവും. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണോ അതോ ത്രില്ലർ പാർട്ടാണോ കൂടുതലും? ഈ ഒരു രണ്ടും അങ്ങനെയാണ്. ത്രില്ലറാണോ? നല്ലോടോ. പോലീസ് സ്റ്റോറിയാണ്. അത് തന്നെ, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറയാനായിട്ട് ഭയങ്കര സീറ്റഡ് ത്രില്ലർ ആണോ? സസ്പെൻസ് ഉണ്ടോ ഭയങ്കര? സസ്പെൻസ് അല്ല, കൊള്ളാം, കണ്ടോണ്ടിരിക്കുന്നു. ത്രൂ ഔട്ട് ത്രില്ലറാണ്. ത്രില്ലറും ഉണ്ട്, ഇമോഷണലാണ്. കണ്ടിറങ്ങുമ്പോൾ ഒരു ഫീലുണ്ട്. തിയേറ്ററിൽ കാണാനുള്ള ഒരു ഇതുണ്ട്. തിയേറ്ററിൽ കാണാം. സ്റ്റോറിയൊക്കെ അങ്ങനെ പുതുമയുണ്ട്. സ്റ്റോറി റിയൽ സ്റ്റോറി അല്ലേ, ഇപ്പോഴത്തേക്കും റിയൽ സ്റ്റോറി ആണെന്ന് ഞാൻ എപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ സംഭവം കൊള്ളാം. ഓക്കെ.